സെക്കൻഡ് വെഹിക്കിൾ എന്ന രീതിയിൽ. ഇതിന് എത്ര വെയിറ്റിംഗ് ഉണ്ടായിരുന്നു? ഇത് ഇപ്പൊ വെയിറ്റിംഗ് ഒന്നുമില്ല. ഡയറക്റ്റ് ഓൺലൈനിൽ തന്നെയാണ്. വില കുറയുകയും ചെയ്തു. ഞാൻ വാങ്ങിച്ചപ്പോ ഫുള്ളി എവറിത്തിങ് ചേർത്ത് 40K ആയിരുന്നു. രജിസ്ട്രേഷൻ എവറിത്തിങ്. 60 ഒക്കെ ആയിരുന്നു അല്ലേ? 55 ആയിരുന്നു. Now what is the outright price? 39 ചില്ലറയൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അവിടെ സ്റ്റോക്ക് പ്രൈസ് 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കുറയും. അത് പറയണമെങ്കിൽ ചൈനയിൽ നിന്ന് ഒരു BYD എന്നൊരു കമ്പനി വരുന്നുണ്ട്. അവന്മാരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചീപ്പ് ആൻഡ് എഫിഷ്യന്റ് കാർ മേക്കർ. അതിന് വേണ്ടി ടെസ്ല റെഡി ആവുന്നതാണെന്നാണ് പറയുന്നത്. ബട്ട് നിയോ ഓൾസോ ഡസ് ഗുഡ്. നിയോ ഓൾസോ ഡസ്. ഇപ്പൊ റൈവാൻ വരുന്നുണ്ട് അല്ലേ? റിവിയാൻ അല്ലേ? റിവിയാൻ മറ്റേ അവര് ഹൈ ക്ലാസ് എൻഡിലാണ് വർക്ക് ചെയ്യുക. നമുക്ക് മാർക്കറ്റ് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഒന്നൊരു ആൾക്കാരുടെ അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവരും ചൈനീസുമായിരിക്കും. അവർക്ക് പോകായിരുന്നു. വീഡിയോ വഴി കാണാറുണ്ട്. നല്ല എങ്ങനെ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ആൾക്കാരെ മനസ്സിലാക്കാൻ. ജോൺ മാത്യു അങ്കിളുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. സംഭവമാണ് അത്. ബിഗ് സ്റ്റോറീസ്. എനിക്കൊരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാനില്ലാത്ത രീതിയിലുള്ള ആധുനികതയും കാര്യങ്ങളൊക്കെയാണ്. അജിത്ത് എന്റെ വീട് ഇവിടെ നാട്ടില് ട്രിവാൻഡ്രത്ത്. എവിടെയാ? സ്വന്തം സ്ഥലം പാറശാലയാണ്. കന്യാകുമാരി പോണ വഴിക്ക് കേരളത്തിലെ ലാസ്റ്റ് വില്ലേജ് ആണ് പാറശാല. എനിക്കറിയാം. ഞാൻ ഉദയകുളങ്ങരയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്ത്? ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നത്. ഞാൻ MSc കഴിഞ്ഞപ്പോൾ തൊട്ട് MSc കഴിഞ്ഞ അന്ന് വരെ ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോയ ഉദയകുളങ്ങരയും വിശ്വഭാരതി. ഏത് കോളേജ്? വിക്ടറി. ഉദയകുളങ്ങരയും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. മൂന്നിടത്ത് ഞാൻ അവരെന്നെ രാവിലെ വിടും. വണ്ടിക്കൂലിയൊക്കെ തന്ന് ഉദയകുളങ്ങരയ്ക്ക് വിടും. അല്ലെങ്കിൽ ഇന്ന് നെയ്യാറ്റിൻകരയെന്ന് പറയും. നാളെ ഉദയകുളം. ആദ്യം ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. കാര്യം അവർ പറയുന്നത് കേട്ടത്. പിന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് പറഞ്ഞു എനിക്ക് എന്താ ട്രിവാൻഡ്രം മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ട്രിവാൻഡ്രം മാത്രം. വളരെ പരിചയമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ പഠിച്ചത് സീറ്റിലാണ്. കഴക്കൂട്ടത്തെ എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നെ കഴക്കൂട്ടത്തേക്ക് മാറായിരുന്നു. അവിടെ ധനുച്ചപുരത്ത് ഒരു കോളേജ്. ധനുച്ചപുരത്താണ് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പഠിച്ചത്. ആണോ? എനിക്കറിയാതെ കോളേജ്. ഇതൊക്കെ പറയാൻ സാറേ, അജിത്ത് എനിക്കൊരു ബൈറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് എവരി ഡേ പ്രിപ്പറേഷനും വേണം. എനിക്ക് ഇങ്ങനെ പോലെ ഇത്ര അനുഭവങ്ങളൊന്നുമില്ല. എന്റെ അനുഭവം കേട്ടിട്ട് ആൾക്കാർ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഞാൻ വേറെ എന്തെങ്കിലും പറയണമല്ലോ. അതാണ് ഞാൻ. അപ്പൊ എനിക്ക് അതിന് കൂടുതൽ സമയം വേണം. ഇവർക്ക് അവരുടെ ജീവിതം അങ്ങ് പറഞ്ഞാൽ മതി. 50,000 കഥകളുണ്ടാവും പറയാൻ. അതുകൊണ്ട് അങ്ങ് വരും. ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. ഞാൻ എന്റെ ജീവിതത്തിൽ പറയാൻ നിങ്ങളുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എന്തോ എനിക്കറിഞ്ഞൂടാ. ബട്ട് വി നീഡ് ഇറ്റ്, യു നോ. അത് പറഞ്ഞു തുടങ്ങുമ്പോഴാണല്ലോ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി വരുന്നത്. യു ഹാവ് ലോട്ട് ടു സേ. സാറേ, അജിത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, യു നോ. ആൻഡ് USA is his final destination, it seems, almost. ഞാൻ യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ജർമ്മനി പോയ കഥ പറഞ്ഞു. ബെൽജിയത്താണ്. ആന്റ്വർപ്പിൽ കുറെ കാലം ജോലിക്കായിട്ട്. ഞാൻ ആന്റ്വർപ്പിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഷിപ്പൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബെൽജിയത്ത് അവിടെ വന്നായിരുന്നു അല്ലേ? ഞാൻ നെതർലാൻഡ്സ് ആംസ്റ്റർഡാം ബേസ് ചെയ്ത് 2 കൊല്ലം ജോലി ചെയ്തു ഷെല്ലിന് വേണ്ടി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ട്രെയിൻ എടുത്ത് പാരീസും ട്രെയിനിൽ ഇങ്ങനെ കറങ്ങാം. അവിടെ നമുക്ക് ആ വിസ കൊണ്ട് എല്ലായിടത്തും പോകാമല്ലോ. അങ്ങനെ കറങ്ങി ഞാൻ ഒരു ഞായറാഴ്ച രാവിലെ കിട്ടിയാൽ ഞാൻ ആ ട്രെയിനിൽ കയറുക, ജർമ്മനി പോകാൻ തിരിച്ചു. നമുക്ക് അന്നേരം ഒരു ത്രില്ല് പോലെ തോന്നുന്നു. സോ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? 10 മടങ്ങ് ബ്യൂട്ടിഫുൾ ആണ്. നൈലിന്റെ തീരത്തൂടെ അങ്ങനെ നടന്നു പോകാനായിട്ട് നടന്നു പോകാൻ തന്നെ എന്ത് രസമാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ സോ ബ്യൂട്ടിഫുൾ. ട്രെയിനൊക്കെ ഇവിടെ വളരെ ചീപ്പാണ്. വലിയ പൈസ ഒന്നും കൊടുക്കട്ടെ. ഞാൻ സിസിയോടെ വന്നാലും ഞാൻ സിസിയോടെ 1 മണിക്കൂർ എടുത്തു പാരീസ് വരെ പോകാനായിട്ട്. ട്രെയിൻ രാവിലെ ട്രെയിനിൽ പോയി വൈകിട്ട് തിരിച്ചു വന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു.
ഭംഗിയായുള്ള സ്ഥലം കാശ്മീരിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ കാശ്മീരിൽ ഞാൻ പോയിട്ടില്ല. കാശ്മീർ ഞാൻ പോയിട്ടുണ്ട്. നല്ല സോ ബ്യൂട്ടിഫുൾ ആണല്ലേ? സോ ബ്യൂട്ടിഫുൾ. കാശ്മീർ ഞാൻ പോകുന്ന സമയം 70 അന്നൊക്കെ ഞങ്ങൾ രാവിലെ കുറേ പേര് അങ്ങനെ തീരുമാനിച്ചു, 7 പേര് തീരുമാനിച്ചു ഞങ്ങൾ പോകാം. തീരുമാനിച്ച് അന്നേരം തന്നെ ഞാൻ എന്ത് ചെയ്തു, എറണാകുളത്ത് പോയി. അന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എറണാകുളത്തെ കോട്ടയത്തും ബുക്കിംഗ് ഇല്ല. നേരെ എറണാകുളത്ത് പോയി വണ്ടിക്ക് ട്രെയിനിന് ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. പിന്നെ ആർക്കും പുറകോട്ട് പോകാൻ പറ്റിയില്ല. അവസാനം ഞങ്ങളവിടെ ചെന്ന ദിവസം ഈ പാകിസ്ഥാനിലെ ബൂട്ടോയെ കൊന്ന ദിവസമാണ് അവിടുത്തെ. അപ്പോൾ ആ കൊന്ന ആളെ ഒരു മുസ്ലിമാണ്. അതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യനാ. അവിടെ പള്ളികളെല്ലാം അറ്റാക്ക് ചെയ്തല്ലേ, തീ വെച്ചു. നമ്മുടെ സീസൈ പള്ളിയിലോട്ട്, ഇവിടുത്തെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ പള്ളിയിൽ പോകാനായിട്ടാണ് ഞങ്ങൾ അവിടെ പോയി അവരുടെ ഗസ്റ്റായിട്ട് താമസിക്കാനാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് റയറ്റായി. അച്ഛനെ വേറൊരു ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചേക്കാം. അവസാനം ഞങ്ങൾ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. അവരുടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളെ താമസിപ്പിച്ചു. ശ്രീനഗർ. ജമ്മു വരെ നമുക്ക് ട്രെയിനുള്ളൂ. ജമ്മുന്ന് പോകണമെങ്കിൽ 12-13 മണിക്കൂർ. അതൊന്നും വലിയൊരു എക്സ്പീരിയൻസ് ആ പോക്ക് നേരിട്ട്. ഇപ്പൊ പക്ഷെ ഒത്തിരി ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് താഴോട്ട് നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ വണ്ടി ഒന്ന് ചരിഞ്ഞു പോയാൽ മനുഷ്യനെ കിട്ടത്തില്ല. അതുപോലെ ഉള്ള പരിപാടികളാണ് അത് കാണേണ്ടത്, പോകേണ്ടത് തന്നെയാണ്. ഞാൻ അത് അവിടെ പോയി ഇപ്പൊ എനിക്ക് ജമ്മു വരെ ജമ്മു വരെയുള്ള ട്രെയിൻ, ജമ്മു താവി വരെ ട്രെയിനുണ്ട്. ട്രെയിനില്ല. ബ്രിട്ടീഷുകാരുണ്ടാക്കി കൽക്കട്ട, ഭൂട്ടാൻ, നേപ്പാൾ ഇവിടെ എല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഭൂട്ടാനിലൊക്കെ പോയിട്ടുണ്ട്. ഭൂട്ടാൻ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. നമ്മുടെ ഇവിടെ ഈ മലമ്പ്രദേശം പോലൊരു സ്ഥലം ഭൂട്ടാൻ തന്നെ. ഭൂട്ടാൻ ഹൈഡൽ പ്രൊജക്ടുകൾ ഒരുപാടുണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ. ഇന്ത്യക്ക് അവർ ഇലക്ട്രിസിറ്റി തരുന്നുണ്ട്. അവരൊരു കാർബൺ ന്യൂട്രൽ ഏക കൺട്രി എന്താണ് അവർ. അതായത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബണിനെക്കാളും കാർബണെ കുറച്ചാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്, കാർബൺ ഡയോക്സൈഡ്. അതുകൊണ്ടാണ് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ അവര് വേൾഡിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പ്ലേസസിൽ ഒന്ന് ഭൂട്ടാനും കൂടെയാണ്. ഒന്ന് ഫിൻലാൻഡും ഒന്ന് ഭൂട്ടാനുമാണ്. ആൾക്കാർ സോ സാറ്റിസ്ഫൈഡ് ദേ ആർ. കണ്ടുപിടുത്തങ്ങൾ, ആ മെറ്റീരിയൽസ് നിങ്ങളിപ്പം അത് ഞാൻ ഇവിടെ വന്ന് 1-2 പേരോട് ചോദിച്ചു. പക്ഷെ പിന്നെ ഞാൻ അതിലോട്ട് അങ്ങ് പ്രോസസ് ചെയ്യാൻ പറ്റിയില്ല. അത് സ്കെയിലപ്പ് ചെയ്യുന്നതായിരുന്നു ഞാൻ ബെൽജിയത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് അതിന്റെ ഒറിജിനൽ ഞാനാണ്. അത് കഴിഞ്ഞ് ഒത്തിരി പേര് അതേ പിടിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടം വരെ അതിൽ സ്കെയിലപ്പ് ചെയ്തൊരു വർക്ക് ഇതുവരെ നടന്നായിട്ട് എനിക്കറിയില്ല. കാര്യം കേരളത്തിൽ അത് നടത്തണം. കാര്യം അവിടെ റബ്ബർ കൂടുതലുള്ളത്, മലേഷ്യയിലായിരിക്കണം. ഇപ്പൊ കാർബൺ ഫൈബർ ഞങ്ങളുടെ ഒരു ക്ലയന്റാണ് മിറ്റ്സുബിഷി കെമിക്കൽസ് എന്ന് പറയുന്നത്. ജപ്പാനിലൊരു ഇതൊക്കെ ഉണ്ടാക്കുന്നവരാണ്. വലിയ കമ്പനിയാണ്. അത്ര 25 ബില്യൺ എന്താണ് അവരുടെ ടേൺ ഓവർ. അപ്പം അവരുടെ ഇപ്പോഴത്തെ ബിസിനസ് എന്ന് പറയുന്നത് കാർബൺ ഫൈബേഴ്സ്, അതായത് പോളിമറിൽ നിന്ന് പെട്രോളിന്റെ പ്രോഡക്റ്റിൽ നിന്ന് ഫർദർ റിഫൈൻ ചെയ്ത് ഇങ്ങനത്തെ വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു ഫൈബറാണെന്നാണ് അവർ പറയുന്നത്. അത് പോളിമർ പ്രോഡക്റ്റ് ഡയറക്റ്റ് എടുക്കുക അല്ലേ? അതെ, പോളിമർ ഡയറക്റ്റ് എടുക്കുക. നമ്മളധികം കേരളത്തിൽ അധികം പേർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണത്. അതായത് പക്ഷെ മാർക്കറ്റ് വൈസ് സോ ബിഗ് ആണ്. ഇപ്പോൾ ഈ പെട്രോളൊക്കെ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ മാറി ഇങ്ങോട്ട് വരുന്നില്ലേ, മാർക്കറ്റ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം എല്ലാത്തിനെയും ഫോസിൽ ഫ്യൂൽസ് കൊണ്ടുണ്ടാക്കിയിരുന്ന എല്ലാ സാധനങ്ങളും സ്ലോലി ഫൈബർ എന്തെങ്കിലും സസ്റ്റൈനബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് മാറാൻ, സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട്. ഇവര് മാർക്കറ്റ് ചെയ്യുന്ന എങ്ങനെ, ഇവർക്ക് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് ടെസ്ല മാർക്കറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ പ്രൊഡക്റ്റിനും ഇതിൽ നിന്ന് മാറ്റി സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ ആൾക്കാർ വാങ്ങിക്കും. അജിത്തിന്റെ വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ? IT വർക്ക് ചെയ്യുന്നുണ്ട്. RR ഡോണലി എന്നും പറഞ്ഞുകൊണ്ട്. ഷീ ടു
ബി ആണല്ലേ? കാര്യവട്ടം എഞ്ചിനീയറിംഗ് കോളേജ്. ഓ ഓക്കെ. നമ്മുടെ ആ സമയത്ത് എല്ലാവരും എഞ്ചിനീയർ ആകുക എക്സാക്ട്ലി ഒരു ഫാഷനായിരുന്നു. ഞാൻ കാര്യവട്ടത്തും കാര്യവട്ടം. അപ്പൊ അജിത്ത് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇല്ല ഞാൻ ട്രാവലൊക്കെ വർക്കായിരുന്നു. കാരണം ഞാൻ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ആയത് കാരണം എവിടെയൊക്കെ ഓയിലുണ്ടോ അവിടെയൊക്കെ യുദ്ധങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇറാഖിൽ ഞാൻ 3 ആഴ്ച ഉണ്ടായിരുന്നു. അതായത് ബസ്ര, മൊസൂൾ, പിന്നെ കസാക്കിസ്ഥാനിലൊരു കുറെ കാലം ഉണ്ടായിരുന്നു. കസാക്കിസ്ഥാനിലല്ലേ? ഓ ഓക്കെ. അവിടെ ഒരു മലയാളി ഭയങ്കര ഇൻഡസ്ട്രിയലിസ്റ്റ് ആണല്ലോ, ഒരു എറണാകുളംകാരൻ, സന്തോഷ് കുളങ്ങരയുടെ ഒരു ചാനലിനകത്ത് അവരെ കണ്ടുമുട്ടിയ കാര്യമൊക്കെ ഉണ്ട്. ഓൺ പെട്രോ കെമിക്കൽ കമ്പനി. അവിടെ സർക്കാരുമായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ സർക്കാരുമായിട്ട് ലൈനിലായിരിക്കണം. ഓട്ടോക്രാറ്റിക്. നൈജീരിയ, അങ്കോള ഇവിടെയൊക്കെ ഈ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടെ നമ്മൾ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നൈജീരിയ പോയിട്ടുണ്ടോ? നൈജീരിയ പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതോ സെക്യൂരിറ്റി വെച്ചൊന്നും ആയില്ല. ഞാൻ ഈയിടെയും പോയി ഇവിടെ കേട്ടോ, യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോയിട്ടുണ്ട്. എപ്പോഴും കൊണ്ടുപോയിട്ടാണ് എൻട്രൻസ്. ഇതാണോ? അല്ല, അതിന്റെ അപ്പുറമായിരുന്നു. സോറിയാ, ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ മാപ്പ്. ഓ ഐ ആം സോറി. അങ്കോളയിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പട്ടിണിയാണെങ്കിലും അവന്മാര് എവിടെയൊക്കെ ഓയിലുണ്ടോ അവിടെ കണ്ടപ്പോ നമുക്ക് വിഷമം അവിടെ ബാക്കിലെ സൈഡിൽ എവിടെയും ഇട്ടോ, ഹാൻഡിക്യാപ്പിലോ എവിടെയും ഇട്ടോ. കാരണം നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നല്ലേ, അവർ സമ്മതിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഇത്രയും പോണോ? പാർക്ക് പോലീസ് സെക്യൂരിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു പെട്രോളുകാരൻ നിൽക്കുന്ന അവിടെ. പള്ളി വരുന്ന ആളായിരിക്കും. ആണോ? ആയിരിക്കണം, കാരണം യുനോ ഇവരുടെ വലിയ കമ്മ്യൂണിറ്റി അല്ലേ. ഫുൾ പാർക്കിംഗ് ഫുള്ളാണ്. അപ്പോൾ ഓക്യുപ്പൻസി എത്ര? വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. നമ്മോട് കൂടെ